എവ്രിവൺ. എക്സാമിന് 1 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവുക. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടേം ഗ്രേറ്റ് വൈൻ നെറ്റ്വർക്ക് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട്. ഗ്രേറ്റ് വൈൻ നെറ്റ്വർക്ക് നിങ്ങൾ +2 പഠിച്ച ഒരു 7ാമത്തെ ചാപ്റ്റർ ഒക്കെ ഡയറക്റ്റിംഗ് ഒക്കെ ആയ മുതൽ സ്ഥിരം അങ്ങോട്ട് കേൾക്കുന്ന ഒരു ടേം ആണ് ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്നുള്ളത് അല്ലെ. ആ പേരിന്റെ പുതുമ കൊണ്ട് തന്നെ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും. ഇത് 1 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യൻ മൊത്തമായിട്ട് ചോദിക്കുമ്പോൾ ഈ ഒരു ഗ്രേപ്പ് വൈൻ നമ്മൾ അവിടെ എഴുതണം അല്ലെ. അപ്പൊ ഈ ഒരു ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണോ, നൺ ഓഫ് ദി അബവ് ആണോ? ഉറപ്പായിട്ട് എന്താണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിൽ കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക് ഒരു വലിയ ടോപ്പിക് ആണ്. നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിക്കേഷൻ. അതിന് 2 ടേംസ് അല്ലെങ്കിൽ 2 ക്ലാസിഫിക്കേഷൻസ് ആണ്, ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ അണ്ടറിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ അണ്ടറിലാണ് ഈ ഒരു ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ 1 മാർക്കിന് ചോദിക്കും, 2 മാർക്കിന് ചോദിക്കും, 3 മാർക്കിന് ചോദിക്കും, 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കും. അതുപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിന്റെ അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ അണ്ടറിൽ എഴുതാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇൻ എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അൺഒഫീഷ്യൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നമുക്കറിയാം ഓർഗനൈസേഷൻസിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒഫീഷ്യൽ ഗ്രൂപ്പുകളും ഒഫീഷ്യൽ മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ടാവും അല്ലെ. പക്ഷെ അതുപോലെ തന്നെ അൺഒഫീഷ്യൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷനും ഉണ്ടാവാറുണ്ട്. നമ്മൾ ലഞ്ച് ബ്രേക്കിന്റെ ഇടയിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്നത്, റൂമേഴ്സ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഒരു ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക ഇതുപോലെ ഒരു നെറ്റ്വർക്കിലൂടെ ആയിരിക്കും. അപ്പൊ ഈ ഒരു നെറ്റ്വർക്കിന് നമ്മൾ വിചാരിച്ചു പേരൊന്നും ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ലഞ്ച് ബ്രേക്കിനൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിന് എന്താ പറയുന്നത്? ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. ഇൻഫോർമേഷൻ സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഇൻഫോർമലി. ഇതെന്താണ്? ഫോർമൽ ഗ്രൂപ്പ്. നമുക്ക് ഒരുപാട് ഇൻഫോർമൽ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടും നമ്മളെ കൊളീഗ്സ് ആയിട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അത് അങ്ങനെ ഇൻഫോർമൽ ആയിട്ട് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഇൻഫോർമേഷൻ സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്നുള്ളത്. It is not based on formal hierarchy. It spread quickly but may not always be accurate. അല്ലെ, പെട്ടെന്ന് സ്പ്രെഡ് ആയി പോകുന്നുണ്ട് ഇതുപോലുള്ള റൂമേഴ്സ് ഒക്കെ അല്ലെ. പക്ഷെ അതെന്താ അക്യുറേറ്റ് ആവണം എന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയീസ് ഡിസ്കസിങ് ഓഫീസ് മാറ്റേഴ്സ് ഡ്യൂറിങ് ലഞ്ച് ബ്രേക്ക് ഓർ ഷെയറിംഗ് റൂമേഴ്സ് അബൌട്ട് പ്രൊമോഷൻസ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് ആണ്, ചില്ലറക്കാരനല്ല അല്ലെ. നമ്മളെ സ്കൂളിൽ നിങ്ങൾക്ക് ഒരുപാട് എന്തുണ്ടാവും, ഇതുപോലുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ഇപ്പൊ സ്കൂളിനെ മാറ്റി നിർത്തി ഒരു ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ കമ്മ്യൂണിക്കേഷൻ ഫോർമൽ ആയിട്ട് നടക്കുന്നുണ്ട്, ഇൻഫോർമൽ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇൻഫോർമൽ ആയിട്ട് നടക്കുന്ന ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്ന് പറയാനായിട്ട് സാധിക്കും. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്, പഠിച്ചിട്ട് പോവാം. ഓക്കെ.